മീഡിയയെക്കുറിച്ചാണ് ഇന്ന്. പത്രധർമ്മം. മീഡിയയെക്കുറിച്ച് പറയാനുണ്ടായ കാരണം, കഴിഞ്ഞ ഒരു മണ്ണിടിച്ചിൽ, അപ്പോൾ ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം ഇന്ന് മാപ്പും പറഞ്ഞു. അത് വലിയൊരു പബ്ലിസിറ്റി ആയി. അപ്പോൾ എനിക്ക് ഈ മീഡിയയെക്കുറിച്ച് പറയാനുള്ളത്, ഈ മീഡിയ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് മീഡിയക്കാർ. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക? ന്യൂസ് വെച്ച് നോക്കും. എന്നിട്ട് ആ ന്യൂസ് കണ്ടുകൊണ്ട് പറയും, ഓനെന്തിനാ അങ്ങോട്ട് പോയിന്, ഓനെന്തിനാ ഇങ്ങോട്ട് പോയിന്, ഓന് ക്യാമറ നോക്കിയിട്ട് പോകാൻ വേണ്ടോ. ഇങ്ങനെയൊക്കെ ക്യാമറ നോക്കി പോകുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എത്ര കഷ്ടപ്പാടുണ്ടറിയോ? ഒരു വാർത്ത തേടി പോവുകയും അതിനെ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പാട് ഒരുപാട്. മലകൾക്കെല്ലാം മുകളിൽ പോയിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വീഡിയോ കാരണം പല ജീവിതങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ചില പ്രശ്നങ്ങളുണ്ടാവും, അതങ്ങോട്ട് മാറ്റിവെച്ച്. പക്ഷേ മീഡിയ നമുക്ക് അത്യാവശ്യമാണ്. മീഡിയ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും അറിയുന്നത്. അല്ലെങ്കിൽ നമ്മളിതിനെ ഈ വാർത്തയൊക്കെ കേൾക്കുന്നത് ഒഴിവാക്കിയാൽ പോലെ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്താക്കില്ല, ആദ്യം വാർത്തയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, വാർത്തയിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കൂലേ. അപ്പം അതിനൊരു പ്രാധാന്യമുണ്ട്. വാർത്ത നമുക്ക് വേണം, ന്യൂസിൻ്റെ ആൾക്കാർ നമുക്ക് വേണം, മീഡിയ, പത്രം എല്ലാം നമുക്ക് വേണം. അവരെ ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പ്രളയത്തിൽ, ഇപ്പോൾ വെള്ളപ്പൊക്കലുണ്ടായപ്പോൾ, ഇപ്പോൾ ഈ ക്യാമറ നോക്കിയിട്ടുള്ള പോകുന്നില്ലേ, അപ്പോൾ അവർക്കുണ്ടൊരു കുടുംബം. അവരൊരു ത്യാഗം ചെയ്യാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചിട്ട് അവരെന്താക്കും, ഇപ്പോൾ കാണുന്നവർ പലരും ഉണ്ടാവില്ലേ, അവർ സഹായങ്ങൾ ചെയ്യും. ഈ ഗവൺമെൻറ് മുമ്പിലേക്ക് എത്തിക്കണ്ടേ? സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഗവൺമെൻറ്റിലും മുമ്പിലേക്ക് എത്തിക്കുന്ന ആരാ? മീഡിയയാണ്. അപ്പോൾ മീഡിയയിൽ 95% നല്ലതാണ്. ഒരു 5% കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അത് മാറ്റി നിർത്തിയാൽ നമുക്ക് മീഡിയ അത്യാവശ്യമാണ്. അപ്പോൾ അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, നമുക്കിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ വാർത്ത വെച്ച് നോക്കും, മീഡിയ ന്യൂസ് ചാനൽ വെച്ച് നോക്കും, എന്തൊക്കെയാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് അറിയുന്നത് പ്രശ്നങ്ങളൊക്കെ ന്യൂസിലോട് കൂടിയാണ് എല്ലാം അറിയുന്നത്. അപ്പോൾ അതില്ലാണ്ടായാൽ നമ്മൾ നാടായിട്ട് കുറേ ലോങ് ആയിട്ട് തോന്നും. നമ്മൾ പ്രവാസികൾക്ക് നാടായിട്ട് ഭയങ്കര ലോങ് ആയിട്ട് തോന്നും. ഇപ്പോൾ മീഡിയയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നാട് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളൊരു സന്തോഷം. എല്ലാം കാണുന്നു, പ്രശ്നങ്ങളൊക്കെ അറിയുന്നു, അങ്ങനെയാണ്. അപ്പം മീഡിയക്കാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. നല്ലവരേട്ടാ, ചില മോശപ്പെട്ട കുറച്ചുണ്ടാവും, അത് മാറ്റി നിർത്താം. 95% നല്ലവരാണ്. അവർ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഈ മീഡിയ പ്രവർത്തനം വെച്ചാൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അതിനൊക്കെ നല്ലൊരു കഴിവുമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട അതായത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ട സഹായങ്ങൾ എത്താൻ വേണ്ടിയിട്ടൊരു വഴികാട്ടിയാണ് മീഡിയ. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. ബൈ.